ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ നാളുകൾക്ക് ശേഷം കുറച്ച് മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ ക്രിപ്റ്റോ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ ടെലഗ്രാമിലായിരിക്കും ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. റീസെൻ്റ്ലി ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വളരെ നല്ലൊരു ഡംപ് നടന്നതിന് ശേഷം ഇപ്പോൾ ഇന്നലെ തൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പമ്പായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 99,400 റേഞ്ചിലാണ് ബിറ്റ്കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന 20-ാം തീയതി വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു Q1 എന്ന് പറയുന്നത് ഞാൻ വളരെയധികം എക്സ്പെക്റ്റേഷനോടുകൂടി നോക്കിക്കാണുന്ന ഒരു ടൈം പീരീഡാണ്. തീർച്ചയായിട്ടും ബിറ്റ്കോയിനിലും അതുപോലെ തന്നെ നല്ല നല്ല ആൾട്ട് കോയിൻസിലും അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള പ്രൈസ് പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ US പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വിജയിയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം ക്രിപ്റ്റോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രോ ക്രിപ്റ്റോ പ്രസിഡൻറ്റ് US പോലുള്ള ഒരു ശക്തിയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നത് എന്തുകൊണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോനെ കുറിച്ച് ഇലക്ഷന് മുന്നേ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ഇനാഗ്രേഷൻ സെറമണി എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു സെറമണിയിൽ വെച്ചിട്ട് ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നല്ല രീതിയിൽ പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ബാധിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US ഇലക്ഷന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. നമുക്ക് 2017 തൊട്ടുള്ള ഒരു ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. 2017 US ഇലക്ഷന് ശേഷം ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൺസോൾഡേറ്റ് ചെയ്തു. അതിനുശേഷം 2020 US ഇലക്ഷന് ശേഷം ബിറ്റ്കോയിൻ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2024 US ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇനാഗ്രേഷൻ സെറമണിയിലാണ്. ഇപ്പം ബിറ്റ്കോയിൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $1,00,000 അടുപ്പിച്ചാണ്. അപ്പം ഇപ്രാവശ്യത്തെ ഒരു ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ എത്രയായിരിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ USA അവരുടെ സ്ട്രാറ്റജിക് റിസർവിലേക്ക് ബിറ്റ്കോയിൻ ആഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കുറേയധികം റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു 80% അവർ BTC അവരുടെ റിസർവിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതും നമ്മുടെ മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് മുന്നേ ഈ ഒരു സ്ട്രാറ്റജിക് റിസർവിലേക്ക് അവർ ബിറ്റ്കോയിന് പുറമെ സൊലാന, അതുപോലെ തന്നെ റിപ്പിൾ, അതുപോലെ തന്നെ USD കോയിനൊക്കെ ആഡ് ചെയ്യുന്ന കാര്യവും കൺസിഡർ ചെയ്യുന്നു എന്ന തരത്തിലുള്ള കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ കോയിൻസിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സുമായിട്ടും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഒരു Q1 എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുള്ളിഷ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. നമ്മൾ ഫാം ചെയ്യുന്ന പല എയർ ഡ്രോപ്പുകളും ഈ ഒരു Q1 ലിസ്റ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എയർ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഏറ്റവും ആദ്യം തന്നെ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി AI ഏജൻറ്റുകളുടെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പല പ്രൊജക്റ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് AI ഏജൻറ്റുകളെ കുറിച്ച് ഒരു വീഡിയോ ആവശ്യം ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സജഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് AI ഏജൻറ്റുകളെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് എല്ലാവിധ അപ്ഡേറ്റുകളും വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ടെലഗ്രാമിലായിരിക്കും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ബുൾ റണ്ണിൽ നിങ്ങൾ എത്രയാണ് ബിറ്റ്കോയിനിൽ ഒരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അതുവരേക്കും ബൈ.